നമ്മൾ മാൾ ഓഫ് ഖത്തറിലാണ് ഉള്ളത്. അപ്പോൾ മാൾ ഓഫ് ഖത്തറിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. हाय दोस्तों, मैं और फिरदौस भाई आज मॉल ऑफ कतर में है। कतर का मॉल का सीरीज़ में अभी तीसरा वीडियो है। सबको अभी हमारा नया वीडियो में स्वागत है। അതെ, അപ്പോൾ ഖത്തറിൻ്റെ മാൾ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് പറഞ്ഞു വന്ന പോലെ മാൾ ഓഫ് ഖത്തർ. ഖത്തറിലെ ഏറ്റവും വലിയ മാളുകളിലെ ഒരെണ്ണമാണ് മാൾ ഓഫ് ഖത്തർ. ഏറ്റവും വലുതെന്ന് പറയാം. അൽ റയാൻ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മാൾ സ്ഥിതി ചെയ്യുന്നത്. കയറി വരുമ്പോൾ ഇതുപോലെയുള്ളൊരു പച്ചപ്പോട് കൂടിയാണ് നമ്മളെ മാൾ വെൽക്കം ചെയ്യുന്നത്. അകത്ത് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായി നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായൊരു ഫൗണ്ടൈൻ കാണാം. പക്ഷികൾ, നമ്മുടെ കൊറ്റികളെന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള പക്ഷികളാണെന്ന് തോന്നുന്നു. അവർ പറന്നു പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് അകത്ത് കയറാം. കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് വണ്ടികളുണ്ട്. ഫ്രീ ഓഫ് സർവീസാണ്. മാൾ മൊത്തം നമുക്ക് ഏത് ഔട്ട്ലെറ്റിലാണ് പോകേണ്ടത് അവിടെ നമ്മളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക അവർ. ഇങ്ങനെയാണ് കയറി വരുമ്പോൾ തന്നെയുള്ള ഫസ്റ്റുള്ളൊരു സ്ക്വയർ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഗ്രീൻ ലൈൻ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 2 റിയാൽ മതി ഇവിടെ എത്തിക്കിട്ടും. അപ്പ് ആൻഡ് ഡൗൺ 4 റിയാലിന് നിങ്ങൾക്ക് വളരെ അടിപൊളിയായി ചുരുങ്ങിയ ചിലവിൽ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് മാൾ ഓഫ് ഖത്തർ. ഏകദേശം 550ഓളം സ്റ്റോറുകളുണ്ട് കേട്ടോ ഈ മാളിൽ. ഇൻ്റർനാഷണലും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഖത്തറി ബ്രാൻഡുകൾ, ഇൻ്റർനാഷണൽ ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ മനോഹരമായൊരു ഫൗണ്ടെയിൻ കാണാൻ കഴിഞ്ഞു. കണ്ടോ, അടിപൊളിയായിട്ടില്ല? എന്താണ് അതിൻ്റെ വ്യൂ? ഞാൻ മേലെ നിന്ന് പതുക്കെ എടുത്ത് നോക്കിയതാണ് വീഡിയോ. എന്തായാലും അടിപൊളി ലുക്കായിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഡിസൈനുകൾ, ഇതൊക്കെ ചെരുപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലെ ഒരു ബ്രിഡ്ജിലൂടെ കണക്ട് ചെയ്തിട്ടാണ് മെട്രോ സ്റ്റേഷനിലേക്ക് ഈ മാള് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ വളരെ സുഖമാണ്. അങ്ങനെ നമ്മൾ നടന്നെത്തുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഗാർഡൻ ഏരിയ. ടോർപ്പിക്കൽ ഗാർഡൻ്റെ മോഡൽ നമ്മുടെ മലേഷ്യയിലൊക്കെ കാണുന്നതാണ്. മലേഷ്യൻ എയർപോർട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഖത്തർ എയർപോർട്ടിലും ഇതേപോലെ ഗാർഡൻ ഉണ്ട്. അടിപൊളി ആംബിയൻസ് ആണ്. കറക്റ്റ് നാച്ചുറൽ സൗണ്ടുകളും അതുപോലെ തന്നെ ഒരുപാട് ടൈം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഇതിൻ്റെ നാല് ചുറ്റുപാടും ഇതിൻ്റെ 4 സൈഡും അടിപൊളിയായ റെസ്റ്റോറൻറ്റ്സാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഈ ആംബിയൻസിൽ നമുക്ക് പക്ഷികളുടെയും അതുപോലെയുള്ള മ്യൂസിക്കും പാട്ടുകളൊക്കെ കേട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ മാൾ ഓഫ് ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടോർപ്പിക്കൽ ഗാർഡനിൽ നിങ്ങൾ എന്തായാലും വന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക. ആ മിഡിലിൽ കാണുന്ന സ്ക്രീനൊക്കെ ഉള്ള ഏരിയയിൽ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഒരുപാട് ഇവൻറ്റുകൾ നടക്കാറുണ്ട്. മ്യൂസിക്കൽ ഷോകൾ നടക്കാറുണ്ട്. അത് വീക്കെൻഡ് പ്രോഗ്രാംസാണ്. അത് നിങ്ങൾ വരുമ്പോൾ നോക്കിയിട്ട് വരിക. അപ്പോൾ ഇത്രയും വൈഡായിട്ട് ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ മാൾ ഓഫ് ഖത്തറിൻ്റെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ മിസ്സാക്കാതെ നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ച് ടൈമൊക്കെ നല്ലപോലെ സ്പെൻഡ് ചെയ്ത് പോവുക. പിന്നെ ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും. അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടെയിൻ്റെ വർക്കിംഗ് ഒക്കെ. മ്യൂസിക്കിൻ്റെ അതേ ഒരു ഋതം അനുസരിച്ച് ഇതിൽ വെള്ളം അങ്ങനെ ചാടി കുറച്ച് നേരമൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടിയാണ്. ഖത്തറിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇനി അങ്ങോട്ട് നടക്കാം നമുക്ക്. ഈ കണ്ടത് ഇതൊക്കെ ഇതിനോട് അടുത്ത് ചേർന്നിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഓട്ടോറിക്ഷ നിൽക്കുന്നത് കണ്ടോ, അടിപൊളിയല്ലേ? നമ്മുടെ ഇന്ത്യക്കാരുടെ റെസ്റ്റോറൻ്റാണ്. ഭാരത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജൽവ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റാഫുകളൊക്കെ ഇന്ത്യൻ ഡ്രസ്സുകളാണ് വെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമകളുടെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു വട്ടം ഇവിടെ വന്ന് ഇന്ത്യൻ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യണമെന്നെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ നേരെ മേലേക്ക് കയറി. മേലെ നമ്മുടെ KFC അങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഫുഡ് കോർട്ടുകളും ഒരുപാടുണ്ട്. മേലെയും താഴെയും ഒരുപാട് ഇത്രയും വൈഡ് റേഞ്ചായിട്ടുള്ള ഫുഡിൻ്റെ ഏരിയ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മാളിൽ മാത്രമാണ് കേട്ടോ. അത്രയും റെസ്റ്റോറൻറ്റ്സാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ, ഖത്തറിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് സ്പോട്ടുകളിൽ ഒരെണ്ണമാണിത്. അപ്പോൾ എല്ലാവരും സിറ്റി സെൻറ്റർ, വില്ലാജിയോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മെട്രോ കയറുക, നേരെ മാൾ ഓഫ് ഖത്തറിലേക്ക് പോരുക. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെയുള്ള ഓപ്പൺ റൂഫുകൾ ഇവിടെ ഒരുപാടുണ്ട്. സൺലൈറ്റ് ഡയറക്റ്റ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടും. എനർജി സേവിങ് കൂടിയാണ്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇനി നമ്മൾ കുറച്ച് പെർഫ്യൂമുകളൊക്കെ വാങ്ങി. ഫിർദൗസ് ഭായി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂമുകളൊക്കെ വാങ്ങി. ആൾ തുനീഷ്യക്കാരനാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ആൾക്ക് നല്ല ഇഷ്ടം, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ കൂടുക.
പിന്നെ ഖത്തറിൽ ഇതുവരെ മാൾ ഓഫ് ഖത്തർ പോകാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിനി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അടുത്തൊരു ചെറിയ വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.